ഇപ്പോൾ ജോഷ്ല നമ്മളോടൊപ്പം കോഴിക്കോടും ചേരുകയാണ്. ജോഷ്ലയോടൊപ്പം അർജുൻ്റെ കുടുംബാംഗങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോഷ്ലയോട് സംസാരിക്കാം. ജോഷ്ല, ഞാൻ അധികം ചോദിക്കുന്നില്ല. ജോഷ്ല അവരോട് സംസാരിക്കും. മനു, ഞാൻ ഇപ്പോൾ അവരുടെ അർജുൻ്റെ ബന്ധുക്കളോടൊപ്പമാണുള്ളത്. അർജുൻ്റെ സഹോദരിയുണ്ട്. ഇന്നലെ സൈന്യം എത്തി തെരച്ചിൽ ആരംഭിച്ചു. അതിനുശേഷം ഉള്ള ഒരു ബന്ധുക്കളുടെ പ്രതികരണം എന്താണ്, ഒരു അവസ്ഥ എന്ന് ചോദിക്കാം. എന്താണ് ഇന്നലെ? നമ്മളൊക്കെ മരവിച്ച് നിൽക്കുകയാണ്. എന്താ കരയാൻ കണ്ണുനീരില്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരും മുന്നിലും കരഞ്ഞിട്ട് ഇരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ബോൾഡായി നിൽക്കുന്നത്. പക്ഷെ പറ്റുന്നില്ല. എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് അത്രയും അവിടെ ഊർജിതമായിട്ടുള്ള തെരച്ചിലുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ വിധി കൊണ്ടാണ് എന്താ അറിയില്ല ഇത്രയും ലാഗിങ്ങും കാര്യങ്ങളും വരുന്നത്. അവിടെ ഹസ്ബൻഡിനൊക്കെ എപ്പോഴും വിശ്വാസം തന്നെ ഉണ്ട്, അവിടെ തന്നെ എവിടെയോ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഇത് വരുമ്പോൾ ഒന്നുകിൽ മുന്നോട്ടോ ബാക്കോട്ടോ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നീങ്ങാം. ആ ഒരു സ്പേസ് മാത്രമല്ലാതെ ഇന്ന് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും തെരച്ചിൽ നടത്തുകയാണെങ്കിൽ പുഴയിലോ അതേപോലെ കരയിലോ ഒരേപോലെ തന്നെ നടത്തിയാൽ ഇന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുന്നു അവിടെ നിൽക്കുന്നവർ. ഞാൻ നിൽക്കൂല പറഞ്ഞതാണ്, മാധ്യമത്തിൻ്റെ മുന്നിൽ എനിക്ക് പറ്റൂല പറഞ്ഞിട്ട്. അവർക്കൊരു താങ്ങിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വീണ്ടും വന്നത്. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നു. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മളടുത്ത് പറഞ്ഞാൽ എന്തുകൊണ്ട് അധികൃതരെ ആദ്യം അറിയിച്ചില്ല, പക്ഷേ നമ്മൾ അധികൃതരെ അറിയിച്ചിട്ട് തന്നെ ഇത്രയും ദിവസമായി. ഇത്രയും കാര്യം ഇന്നലെ ഇവർ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങളോട് വൈകാരികമായ ഒരു പ്രതികരണമാണ്, ഒന്നും നടന്നില്ല എന്ന് പറയരുത്, അന്ന് മുതലേ നടക്കുന്നുണ്ട്, തെരച്ചിലൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇന്നലെയൊക്കെ അവരും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി അല്ലേ. ശരിക്കും അതൊരു വൈകാരികമായ പ്രതികരണം മാത്രമായിരുന്നില്ലല്ലോ. അല്ല, നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനിയിപ്പോൾ ഒന്നിന് പറ്റിയിട്ട് നമുക്ക് അതിനെ ക്രോസ് ചെയ്യാനും ഒന്നും നമുക്ക് പറ്റില്ല. ഇപ്പം എല്ലാ സന്നാഹങ്ങളും അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ മണ്ണെടുത്ത് കഴിഞ്ഞെന്നൊക്കെ അവർ പറയും, നമ്മൾ മീഡിയ ത്രൂ അല്ലെങ്കിൽ അവിടുത്തെ, പക്ഷേ അവിടെ മണ്ണൊക്കെ അത്രയും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഡ്രോണിൻ്റെ ഒരു ഇതിൽ നമ്മൾ കാണുന്നുണ്ട് മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം പുറത്തേക്ക് അറിയിച്ച്, അല്ലെങ്കിൽ ആരുടെ ഈഗോ ആണ് ഇതിൽ വരക്കും ഒന്നും നമുക്കറിയില്ല. ഈഗോ ഒന്നും ഉണ്ടെന്ന് പറയാനും പാടില്ല. പക്ഷെ ഇപ്പം എത്രയും ആളുകൾ അവിടെ ഉണ്ട്, പക്ഷേ ആ ഒരു സ്പീഡൊന്നും ഇന്നലെയും അവിടെ നിന്ന ആളുകൾക്ക് അവിടുത്തെ വർക്കിൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിവിടുന്ന് പോയ രഞ്ജിത്ത് ഏട്ടനും അങ്ങനെ നമ്മളെ കുറച്ച് നാട്ടുകാരൊക്കെ ആത്മാർത്ഥമായിട്ട് നിന്ന് അവർ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ അങ്ങേരൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ കാശെടുത്തിട്ടാണ് ഒരു വെള്ളമടക്കം വാങ്ങി കുടിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് നല്ല ആളുകളെ മനസ്സും പ്രാർത്ഥനയും ഒരു ഇതൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് കിട്ടുന്നില്ല നമുക്കറിയില്ല. ഇത്രയും വലിയൊരു ലോറി അല്ലെങ്കിൽ ഇത്രയും ഒരു മനുഷ്യനെ കാണുന്നില്ല. അതിന് മാത്രമല്ല നമ്മൾ പറയുന്നത്, ഈ ഒരു ലോറി എവിടെ പോയി വാഹനം കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇന്നിപ്പം ലഭ്യമല്ലെങ്കിൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം ഭയങ്കര പുവറായിട്ടാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ ടെക്നോളജീൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കര മുന്നോട്ടാണ്. പക്ഷേ ഈ ഒരു അകപ്പെട്ട വണ്ടി കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയാം, അത് അവിടെ ആ ഒരു റഡാർ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അതിലും കുറച്ചും കൂടി ആയിട്ടുള്ള റഡാർ ഉപയോഗിക്കുമായിരുന്നു അവർക്ക്. ഇതിങ്ങനെ ഓരോ എന്താ പറയുക, അവരിന്ന് നോക്കും, ഇന്നായില്ല അത് നാളേക്ക് മാറ്റി ഇങ്ങനെ റെസ്ക്യൂ പറഞ്ഞാൽ നമ്മൾ ജീവൻ രക്ഷിക്കാനുള്ള. അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനെ ഏത് രീതിയിലാണെങ്കിലും അല്ല, അറ്റ്ലീസ്റ്റ് ആ ലോറി നമുക്കൊരു തുമ്പ് കിട്ടണം. നമ്മൾ ഇത്രയും കാലം ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടണം. ഇനി അത് മാത്രമേ ഉള്ളൂ, കാത്തിരിക്കുന്നു. മനു, ഇത്രയാണ് ബന്ധുക്കൾക്ക് പറയാനുള്ളത്. എവിടെയാണെന്നറിയണം. അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും സാങ്കേതിക വിദ്യയിൽ മികച്ചു നിന്നിട്ടും ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആളെവിടെയെന്ന്, അല്ലെങ്കിൽ ആ വാഹനമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്തി തരണം എന്നുള്ളത് മാത്രമാണ് ബന്ധുക്കളുടെ അപേക്ഷ എന്നുള്ളതാണ്. മനു.